ഹായ് ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണല്ലേ. അപ്പം ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇന്ന് ഞാൻ ഫസ്റ്റ് ഹാഫിൽ തന്നെ അതായത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആ ഒരു അനാലിസിസ് നടത്തിയ ഒരു കൺസൾട്ടേഷൻ ആയപ്പോഴത്തേനും ഒരു 12 o'clock ആയപ്പം കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ മാർക്കറ്റിൽ നിന്ന് പിന്നെ അങ്ങ് പോയി. ഓക്കെ, കാരണം നമുക്ക് ആ ഒരു സ്ഥിരം കൺസൾട്ടേഷൻ ആയിരിക്കും എന്ന് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെ മാർക്കറ്റ് വാച്ചും കാര്യങ്ങളും ചെയ്തില്ല. ബട്ട് ഞാൻ നിഫ്റ്റിയിൽ അലേർട്ടും കാര്യങ്ങളും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നത്തെ ആ ഒരു ഡേ ഹൈ നമ്മൾ ആ ഡേ ഹൈയും ഡേ ലോയും സ്വീപ്പ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഡേ ഹൈയും ഡേ ലോയും ഞാൻ അലേർട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് നിഫ്റ്റിയുടെ ആ ഒരു ലെവലിൽ കാര്യങ്ങളൊന്നും മാർക്കറ്റ് വന്നിട്ടില്ല, ഹിറ്റായിട്ടുമില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലോ, ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നല്ലപോലെ നമ്മുടെ ആ ഒരു ലിക്വിഡിറ്റി ലൈൻ സ്വീപ്പ് ആയതിന് ശേഷം ഒരു അപ്സൈഡിലോട്ട് നല്ല മൊമെൻറ്റം കിട്ടി. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ലെവൽ ഞാൻ ഇന്നലെ പറഞ്ഞ ഇന്ത്യൻ ലിക്വിഡിറ്റി ഞാൻ നോക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, പക്ഷേ ഈ ഒരു ലെവൽ നോക്കിയേ, ഈ ഒരു ലെവൽ സ്വീപ്പായതിന് ശേഷം ഇവിടെ നിന്നൊരു എൻട്രി കാര്യങ്ങളിൽ വളരെ കൺസോൾട്ടേഷനാണ്. ഓക്കെ, എത്രയാണ് കൺസോൾട്ടേഷൻ മീൻസ് നല്ല കൺസോൾട്ടേഷനാണ്. ഓക്കെ, ഈ ഒരു കൺസൾട്ടേഷൻ കണ്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് നല്ലൊരു കൺസൾട്ടേഷനും കാര്യങ്ങളുമൊക്കെ വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കൺസൾട്ടേഷനാണ് നമുക്ക് മാർക്കറ്റിൽ വന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ് മാർക്കറ്റിൽ എത്രയാണ്? ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 11:15 തൊട്ട് 14 മണി, അതായത് 2 മണി മുതൽ നിയർലി എത്രയാണ് 2 to 3 hours മാർക്കറ്റിലൊരു കൺസോൾട്ടേഷനാണ്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷനായിരുന്നു മാർക്കറ്റിൽ. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ. ഓക്കെ, കൺസോൾട്ടേഷൻ വന്നു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, പിന്നെന്താണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ, എന്നിട്ട് മാർക്കറ്റ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഞാൻ ഈ ഒരു ലെവലായപ്പോഴത്തേക്കിനും ഞാൻ മാർക്കറ്റിൽ പിന്നെ നോക്കാനും കാര്യങ്ങളൊന്നും പോയില്ല. കാരണം ഈ ഒരു ലെവലിൽ കൺസോൾട്ടേഷൻ ആയിരിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു ലെവലിലോട്ടൊന്നും മാർക്കറ്റിലോട്ട് നോക്കാഞ്ഞത്. പിന്നെ ഞാൻ അലർട്ട് ഇട്ട് വെച്ചത് നിഫ്റ്റിയിലാണ്. ആക്ച്വലി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് ആ ഒരു ലിക്വിഡിറ്റി കാര്യങ്ങളെല്ലാം സ്വീപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ അലേർട്ടും കാര്യങ്ങളും ഇട്ടിട്ടില്ല. പക്ഷേ ഞാൻ നിഫ്റ്റിയിലാണ് അലേർട്ടും കാര്യങ്ങളും ഇട്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ. ഓക്കെ, പക്ഷേ ഇന്ന് ഫിൻനിഫ്റ്റിയുടെ ആ ഒരു അപ്സൈഡിലേക്ക് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അല്ലേ. ഓക്കെ, ഇപ്പോൾ ആക്ച്വലി ഞാൻ ഫിൻനിഫ്റ്റി കാര്യങ്ങളൊന്നും നോക്കാറില്ല. ഓക്കെ, ഫിൻനിഫ്റ്റിയിൽ നോക്കാറേ ഇല്ല. സെയിം അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പക്ഷേ നമ്മുടെ ആ ഒരു ഇപ്പോൾ പ്രീവിയസ് ഡേ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ് ഫിൻനിഫ്റ്റിയിൽ വരുന്നത് ഇതാണ്. പക്ഷേ അത് സ്വീപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, സ്വീപ്പ് ചെയ്യാതെയാണ് അപ്സൈഡിലോട്ട് പോയത്. അപ്പം ഞാൻ മനസ്സിലായി നമ്മുടെ ആ ഒരു ലിക്വിഡിറ്റി നല്ലപോലെ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡെക്സ് നല്ലപോലെ ലിക്വിഡിഫൈഡ് ആയിരിക്കണം. അങ്ങനത്തെ ഒരു ഇൻഡെക്സാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റിൽ അത്രത്തോളം നമുക്ക് ഒരു വർക്ക് ആവത്തില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എപ്പോഴും ഇതുപോലെ വർക്ക് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ ഇതുപോലൊരു മൊമെൻ്റ് ഒന്നും കിട്ടാറില്ല. ഓക്കെ, വൺസ് ഇൻ എ വൈൽ അത്രയൊക്കെ ഉള്ളൂ എന്നും പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ഒരു മൊമെൻറ്റ് നമ്മൾ ഏതെങ്കിലും 1-2 ചാർട്ട് നല്ലപോലെ നോക്കുക. ഓക്കെ, അതിൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ഇന്നിപ്പോൾ നിഫ്റ്റിയിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ വൈകുന്നേരം അതായത് ഉച്ച കഴിഞ്ഞിട്ടിരിക്കുവായിരുന്നെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയേനെ. ഞാൻ പറഞ്ഞില്ല, നമുക്ക് അങ്ങനെ ഇപ്പോൾ ഇത്രയോ ടൈം ഉണ്ടല്ലോ. അപ്പോൾ അത്രയും ടൈമിൽ കൺസൾട്ടേഷൻ ആണെങ്കിൽ പിന്നെ നമുക്ക് മാർക്കറ്റ് പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളത്തേക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എന്തായാലും നോക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നലത്തെ സെയിം ലെവൽ തന്നെയാണ് ഞാൻ നിഫ്റ്റിയിലും നോക്കുന്നത്. ഓക്കെ, ഇന്നലത്തെ സെയിം ലെവൽ തന്നെയാണ് ഞാൻ നിഫ്റ്റിയിലും നോക്കുന്നത്. നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് സെയിം ഇന്നലത്തെ നമ്മുടെ ഡൗൺ സൈഡിലുള്ള ലിക്വിഡിറ്റി ലെവൽ അതാണ് 25,199. പിന്നെ ഏതാണ് 25,235. ഓക്കെ, പിന്നെ ഏതാണ് നമ്മുടെ അപ്പ് സൈഡിലുള്ള ലിക്വിഡിറ്റി ലെവൽ 25,322. ഓക്കെ, ഇത്രയും ഉള്ള ഈ ഒരു ലിക്വിഡിറ്റി ലെവൽ തന്നെയാണ് ഞാൻ നാളെയും നിഫ്റ്റി നോക്കുന്നത്. ഓക്കെ, ഈ ലെവൽ തന്നെയാണ് ഞാൻ നാളെ നിഫ്റ്റിയിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ ലെവൽസ് കാര്യങ്ങളൊക്കെ. നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇന്നത്തെ ആ ഒരു ലെവൽ സ്വീപ്പ് ഓൾറെഡി സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോയത്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് മാർക്കറ്റിൽ ഇപ്പം ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് 51,240 ആണ്. 51,240. ഓക്കെ, 51,240 എന്ന് പറയുന്നത് ആ ലെവൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് അടുത്ത ഒരു ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്? അതൊരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ലെവലായിട്ട് കൂട്ടാം. 51,293. അതായത് ആ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് കയറിയത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലും കൂടെ നമുക്ക്
കൺസിഡർ ചെയ്യാം. പിന്നെ ഏതാണ് നമുക്ക് പിന്നെ മാർക്ക് ചെയ്തേക്കുന്ന ലെവൽസൊക്കെ കളയാം. പിന്നെ നമുക്ക് എന്താണ് ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലോട്ട് പോകാം. വീക്ക്ലി ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പം മാർക്കറ്റിൽ എന്താണ് മാർക്കറ്റിൽ ഇതുണ്ടോ, വീക്കിലി നോക്കുമ്പോഴത്തേക്കിന് മാർക്കറ്റിൽ സ്റ്റിൽ ബുള്ളിഷായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. കാരണം ഒരു പ്രീവിയസ് വീക്ക് ലോ കാര്യങ്ങളൊന്നും ബ്രേക്ക് ചെയ്യാതെ തന്നെയാണ് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഡൗൺ ട്രെൻഡ് ആകുമ്പോഴത്തേക്കും എങ്ങനെയാണ് വീക്ക് ലോ ബ്രേക്കായാണ് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോഴെന്താണ് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് തന്നെയാണ് പോകുന്നത്. നമുക്കപ്പോൾ ഈ ഒരു ലെവൽ എന്തായാലും മാർക്ക് ചെയ്യാം. എത്രയാണ് 52,340 എന്ന് പറയുന്ന ആ ഒരു ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം. 52,340 എന്ന് പറയുന്ന ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. പിന്നെ ഏതാണ് നമുക്ക് ഈ രണ്ട് ലെവൽസും കൂടെ മാർക്ക് ചെയ്തേക്കാം. 52,794 പിന്നെ നമുക്ക് മാർക്കറ്റ് വരുന്ന ഏതാണ്, ഇതും ഒരു ലിക്വിഡിറ്റി ലെവലാണ്. ഇനി നമുക്ക് ഒന്ന് സോർട്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് എന്നിട്ട് ഈ അപ്സൈഡ് വരച്ച ഇത്രയും ലെവൽസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമുക്കപ്പോൾ ഈ ഒരു ലെവൽസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണ് 52,794 എന്ന് പറയുന്നത് ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. പിന്നെ നമുക്ക് അടുത്ത ലെവൽ എന്ന് പറയുന്നത് 52,340. പിന്നെ അടുത്ത ലെവൽ ഏതാണ് 51,877 എന്ന് പറയുന്ന ലെവൽ നമുക്ക് നിഫ്റ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. പിന്നെ ഏതാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബേസ് എന്ന് പറയുന്നതാണ്. ഈ ഒരു ബേസിൽ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബേസ് നമുക്ക് കൺസിഡർ എന്തായാലും ചെയ്യാം. പിന്നെന്താണ് നമുക്ക് മാർക്കറ്റിലോട്ട് വേറെ നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് 1 hour ലിക്വിഡിറ്റിയും കൂടെ, അതായത് നമ്മുടെ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ 1 hour ലിക്വിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നോക്കുമ്പോഴത്തേക്കിന് ഏതാണ് നമുക്ക് ഈ ഒരു ഏരിയയും നമുക്ക് വളരെ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഏരിയയും വളരെ നല്ലപോലെ കൺസിഡർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. പക്ഷെ നമുക്ക് അത് ഇല്ല, നമുക്ക് ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയാണ്. ബട്ട് എന്നാലും ഇത് എത്രത്തോളം ആകും എന്ന്, പക്ഷേ ഈ ഒരു ഏരിയ ഉണ്ടോ 51,877, 51,957 ആ ഒരു 100 പോയിൻറ്റ്സ് പോലും ഇല്ല. അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് എന്തായാലും കൺസിഡർ ചെയ്യാം, ആ ഒരു ഏരിയ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. പിന്നെന്താണ്, പിന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ നമുക്ക് ഇത് നല്ലൊരു ഏരിയ ആണ്. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് കൺസിഡർ എന്തായാലും ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇത് നമ്മുടെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ നാളത്തേക്ക് വരുന്നത്. ഓവറോൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണ്, ബയാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ബയാസ് തന്നെയാണ് മാർക്കറ്റിൽ വരുന്നത്. പക്ഷേ നിഫ്റ്റിയുടെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈ ഔടുന്ന ഒരു കൺസോൾട്ടേഷനാണ്. അപ്പോൾ അതാണ് നമുക്കൊരു കൺഫ്യൂഷൻ. കാരണം എന്താണ് ഇത്, അക്യൂമുലേഷൻ ആണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് നമുക്ക് മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ബ്രേക്കൗട്ട് നടത്തിയാലേ നമുക്ക് അറിയത്തുള്ളൂ ഏത് മൊമെൻറ്റമാണ് നമുക്ക് കിട്ടുന്നതെന്ന്. അപ്പോൾ ഇത്രയാണ് എന്താണ് നമ്മുടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്, നാളത്തെ ഞാൻ ട്രേഡ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ലെവൽസ്. അപ്പോൾ ഈ ഒരു ലെവൽസ് കാര്യങ്ങളെല്ലാം ഞാൻ എന്താണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലിക്വിഡിറ്റി ട്രേഡിങ് കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് എൻക്വയറി ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ.